നമസ്കാരം. കഴക്കൂട്ടം ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ ഉടനെ പ്രചരണ രംഗം തീപാടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി VVIP പോലും രംഗത്തേക്ക് അല്ലെങ്കിൽ പ്രചരണ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നഗരസഭയുടെ ചുമതലക്കാരൻ കൂടിയായ KPCC നേതാവ് K മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിചാരണ യാത്ര ഇന്നിപ്പോ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്, അതായത് ഒന്നാം വാർഡിലായിരുന്നു പര്യടനം അവസാനിച്ചത്, അല്ലെങ്കിൽ പര്യടനം കടന്നുപോയതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ പര്യടനവുമായി ബന്ധപ്പെട്ട് K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഒരു സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ വാർഡിലെത്തി പ്രചരണം നടത്തുന്ന കാഴ്ച, അതായത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തതുപോലെ ഒന്നാം വാർഡൊക്കെ അല്ലെങ്കിൽ നഗരസഭയിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിന് വേണ്ടി അരയും തലയും മുറുക്കി അവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കാര്യം ഒന്നാം വാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷം തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. ഇക്കുറിയും അത് നിലനിർത്താൻ വേണ്ടി ഒരു യുവമുഖത്തെ അവതരിപ്പിച്ചതിന് പിന്നാലെ നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പടി മുന്നേ കഴക്കൂട്ടത്തെ തന്നെ പ്രധാന നേതാവായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MS അനിലിനെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഒരു സ്റ്റെപ്പ് മുന്നിലെത്തി പ്രചരണം തുടങ്ങിയതിന് പിന്നാലെ ഇപ്പോ K മുരളീധരനും മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥനും കൂടി വരുമ്പോൾ UDF ക്യാമ്പ് ഒരു ആത്മവിശ്വാസത്തിലാണ്. അതായത് മുൻവർഷത്തെ പോലെ അല്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് അവകാശവാദമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ യാത്ര, അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള ശക്തമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ വിജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MS അനിൽകുമാർ പ്രകടിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എന്നെ അറിയുന്നവരാണ് കഴക്കൂട്ടത്തുള്ളവർ. അതുകൊണ്ട് ഞാനിവിടെ ദീർഘമായി സംസാരിക്കുന്നില്ല. എന്റെ ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും എന്റെ കഴിഞ്ഞ 45 കൊല്ലത്തെ രാഷ്ട്രീയ പൊതുപ്രവർത്തന ജീവിതവും ഏറെ അറിയുന്നവരാണ് ഈ കഴക്കൂട്ടത്തെ വോട്ടർമാരും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾ ഒരുവനാണ്, നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ പ്രിയപുത്രമാണ്, നിങ്ങളുടെ മകനാണ്. കഴക്കൂട്ടം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഞാൻ ഉറപ്പു തരുന്നു, കാലാവധി പൂർത്തിയാക്കുന്ന ഒരു കൗൺസിലറായിരിക്കും ഞാൻ. നിങ്ങൾ എനിക്ക് 5% തരികയാണെങ്കിൽ 50 കൊല്ലം നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്ന ജനഹിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉറപ്പാണ് ഐക്യജനാധിപത്യ മുന്നണിക്കും എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് കഴക്കൂട്ടം വാർഡിൽ, ഒന്നാം വാർഡിൽ ജനവിധി നേടുവാൻ വളരെ ആത്മവിശ്വാസത്തോടെ എന്റെ നേതാക്കന്മാർ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ നേറ്റെടുത്തുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളുടെ വിലയേറിയ വോട്ട് കൈപ്പത്തി അടയാളം രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പൊതുവെ ഇടതുപക്ഷ മനസ്സ് പ്രകടമാക്കുന്ന ഒരു വാർഡാണ് ഈ ഒന്നാം വാർഡ് എന്ന് പറയുന്നത്. നേരത്തെ പഞ്ചായത്ത്, കഴക്കൂട്ടം പഞ്ചായത്ത് ആയിരുന്നതിനെ നഗരസഭയിലേക്ക് കൂട്ടിച്ചേർത്തതിന് പിന്നാലെ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇവിടെ UDFന് ഘടകകക്ഷിയായിട്ടുള്ള ജനതാദളിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അത് ശ്രീരേഖ വിജയിച്ചു എന്നുള്ള ആനുകൂല്യമാണ് കോൺഗ്രസിന് ഒരു വലിയ പ്രതീക്ഷ ഈ വാർഡിൽ നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 വർഷം, അതിന്റെ തൊട്ടടുത്ത വർഷം VK പ്രശാന്ത് മേയറായതും ചരിത്രപരമായ ഭൂരിപക്ഷം നേടിയതും ഈ വാർഡിലാണ്. അന്ന് 3000-ൽ പര വോട്ടിന്റെ ഭൂരിപക്ഷം നേടി എന്നൊരു ചരിത്രം, ഒരുപക്ഷെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് കൊടുത്ത ഒരു വാർഡ് കൂടി ആയതുകൊണ്ട് തന്നെ ഇക്കുറിയും ആ വാർഡ് നിലനിർത്താൻ വേണ്ടി S പ്രശാന്തിനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. VK പ്രശാന്തിന് ശേഷം LS കവിതയിലൂടെയാണ് ഈ മണ്ഡലം വീണ്ടും തുടർച്ചയായിട്ട് ഇടതുപക്ഷം വിജയിച്ചത്. 3ാം ടേം കഴക്കൂട്ടത്തെ തന്നെ സുപരിചിതനായിട്ടുള്ള യുവ നേതാവായിട്ടുള്ള S പ്രശാന്തിനെ തന്നെ കളത്തിലിറക്കി മത്സരത്തിൽ 1 ഇഞ്ച് പോലും വിട്ടുവീഴ്ചയില്ല എന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം S പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ സജീവമായി തന്നെ പ്രചരണ രംഗത്ത് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. അതോടുകൂടി സ്ഥാനാർത്ഥികൾ പൂർണ്ണതോതിൽ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും ആ വിചാരണ യാത്രയുടെ ഭാഗമായി K മുരളീധരനും വലിയ ആത്മവിശ്വാസമില്ലെങ്കിൽ പോലും ഈ ഒരു മത്സരത്തെ വളരെ സീരിയസ് ആയിട്ടാണ് ഇക്കുറി കണ്ടിരിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞു. അതായത് പോയ വർഷങ്ങളിലൊന്നും നഗരസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസുകാർ സീരിയസ് ആയി കണ്ടിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മുരളീധരൻ തുറന്നു പറയുന്നുണ്ട്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കഴക്കൂട്ടം വാർഡിൽ മത്സരിക്കുന്ന ശ്രീ അനിൽകുമാറിനും തൊട്ടടുത്ത സൈനിക് സ്കൂൾ വാർഡിൽ മത്സരിക്കുന്ന ശ്രീ രവീന്ദ്രൻ നായർക്കും നൽകി രണ്ടുപേരെയും നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ഇത്തവണ ഒന്നാം വാർഡ്
ആണ് കഴക്കൂട്ടം. ഒന്നാം വാർഡ് എണ്ണുമ്പോൾ തന്നെ UDF ജയിച്ചതായി പ്രഖ്യാപിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുക. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തിനെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. ആ 2 തവണയും ജനങ്ങൾക്ക് നമ്മൾ സീരിയസ് ആയിട്ടാണോ രംഗത്തുള്ളത് എന്ന് ഒരു സംശയമുണ്ടായി. അത് തീർച്ചയായിട്ടും ഇത്തവണ അങ്ങനെ സംശയത്തിന് ഇട നൽകാത്ത വിധം തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങാൻ കോൺഗ്രസിനും UDFനും കഴിഞ്ഞു എന്ന അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഒന്നാം വാർഡ് ഒരു പ്രസ്റ്റീജിയസ് പ്രശ്നമായിട്ട് തന്നെ കോൺഗ്രസും എന്നാൽ അവിടുത്തെ സിറ്റിംഗ് വാർഡായിട്ടുള്ള ഇടതുപക്ഷവും ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഒരു ശക്തമായ പോരാട്ടത്തിന് തന്നെ വേദിയൊരുങ്ങുകയാണ്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച് വീടുകളിൽ പ്രചരണത്തിനിറങ്ങിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടുകൂടി കളം പിടിക്കാനായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിന്റെ താപനില ക്രമാതീതമായി വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.